ഹലോ ഗൈസ്, അങ്ങനെ ഞാനും വാങ്ങിച്ചു ഡോംസിൻ്റെ ബ്രഷ് പെൻ, അതും പേസൽ കളേഴ്സിലുള്ളത്. എന്തൊരു അടിപൊളിയാണെന്നറിയാമോ ഇത് വെച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്രയും സ്മൂത്തായിട്ടൊരു സ്കെച്ച് ഇങ്ങനെ ഇതിന് മുന്നേ യൂസ് ആക്കിയിട്ടില്ല. ഇത് എന്തൊരു രസമാണെന്നറിയാമോ. എന്നാൽ വിചാരിച്ചു ഇന്ന് ഇത് വെച്ചൊരു പെയിൻറ്റിങ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു ആസ് യൂഷ്വൽ നമ്മൾ ബോഹോ ആർട്ട് ഉണ്ട്, അത് നല്ല വ്യൂ കിട്ടിയല്ലോ. അപ്പോൾ വിചാരിച്ചു അത് തന്നെ ചെയ്യാമെന്ന്. അന്ന് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഡിസൈനല്ലേ കൊടുത്തത്. ഫസ്റ്റായിട്ട് എനിക്ക് ആവശ്യമുള്ള കളേഴ്സൊക്കെ ഞാൻ ബ്രഷ് പെയിൻറ്റ് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം സ്കെച്ച് എടുത്ത് എനിക്ക് വരയ്ക്കേണ്ട ഒരു ഇമേജിൻ്റെ സ്കെച്ചിനെ എടുത്തതിന് ശേഷം അത് പേന വെച്ച് ഇങ്ങനെ ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നിലും നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ തന്നെ പ്ലെയിനായിട്ട് വിട്ടാലും രസമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ഓരോന്നിലും നമുക്കിങ്ങനെ ഓരോ ഷെയ്ഡ്സ് പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് കൊടുക്കുക. അത് നമ്മൾ സെൻറ്റാക്കിൾ ആർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ലേ, അതേപോലെ നമുക്ക് ചെയ്ത് കൊടുത്താലും അതും ഒരു നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് ബോഹോ ആർട്ട് എന്ന് പറഞ്ഞത്. അതായത് കളേഴ്സ്, പേസ്റ്റൽ കളേഴ്സ് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ പടം വരയ്ക്കുന്നതിനെയാണ് ബോഹോ ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെയൊക്കെ നിങ്ങളും ഒന്ന് വരച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം പിൻട്രസ്റ്റ് നോക്കിയാൽ എടുക്കുക. ഇപ്പം ഞാൻ എടുത്ത റെഫറൻസ് പിൻട്രസ്റ്റിൽ നിന്നാണ് എടുത്തത്. ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ.